ഗവൺമെൻറ് ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു 35-40 സീറ്റ് മതിയോ? ബാക്കി അല്ല, ഇവിടെ CPM കോൺഗ്രസ് ഒക്കെ ഉണ്ടല്ലോ. കേരളത്തിൽ BJPക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. നോക്കാം, നമുക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അല്ല, ഞാനിപ്പോൾ അത്തരം വിശദീകരണങ്ങളിലേക്കൊന്നും അതുമായി ബന്ധപ്പെട്ട് പോകുന്നില്ല. ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കാൻ തൽക്കാലം 71 സീറ്റിൻ്റെ ആവശ്യമില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെടുക്കെന്ന് പോകും, അത് സ്വപ്നം കാണുക. മറ്റേ ഇറക്കാം, കോൺഗ്രസിൽ നിന്ന് പോകുന്നുള്ള അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണല്ലോ നിർദ്ദിഷ്ട BJPൻ്റെ സ്ഥാനാർത്ഥി ബഹുമാനപ്പെട്ട ശ്രീധരൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒന്നുകിൽ ഞാൻ മുഖ്യമന്ത്രിയാകുക, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുക. നമസ്കാരം. 40 സീറ്റുകൾ കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. കേവല ഭൂരിപക്ഷത്തിന് 71 വേണ്ടിടത്ത് 40-ലെത്തിച്ചാൽ അധികാരത്തിലെത്താമെന്ന പ്രസ്താവനയിലൂടെ BJP ലക്ഷ്യം വെക്കുന്നത് എന്താണ്? മധ്യപ്രദേശിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കർണാടകയിലും ഗോവയിലും BJP നടപ്പിലാക്കി വിജയിപ്പിച്ച ഓപ്പറേഷൻ താമര കേരളത്തിലും പരീക്ഷിക്കാനാണോ? കേരളത്തിൽ ഇതിന് വളക്കൂറുള്ള രാഷ്ട്രീയ സാഹചര്യമാണോ? ബാക്കി സീറ്റുകൾക്ക് കോൺഗ്രസും CPM-ഉം ഉണ്ടെന്നും പറഞ്ഞാണ് സുരേന്ദ്രൻ അവസാനിപ്പിച്ചത്. 1% വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ അധികാരം പിടിച്ച സ്ഥിതിക്ക് എന്തുകൊണ്ട് 17% കേരളത്തിൽ അത് സാധ്യമായി കൂടാ എന്ന് BJP നേതാക്കൾ ചോദിക്കുന്നു. CPM-ൽ നിന്നും ആളെ പിടിക്കാമെന്നത് സുരേന്ദ്രൻ സ്വപ്നം കാണേണ്ട എന്നാണ് മന്ത്രി AK ബാലൻ തിരിച്ചടിച്ചത്. കോൺഗ്രസിന്റെ പ്രതികരണം ഇതിൽ ഇന്ന് വന്ന് കണ്ടതുമില്ല. ഏതായാലും ഈ വിഷയം അടുത്ത 1 മണിക്കൂർ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തക ലിസ് മാത്യു ഡൽഹിയിൽ നിന്ന് ചർച്ചയിൽ ചേരും. കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ്, BJP വക്താവ് നാരായണൻ നമ്പൂതിരി, ഒപ്പം M നൌഷാദ് MLA, CPM നേതാവ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ നാരായണൻ നമ്പൂതിരി, ഒരു മുന്നണിക്കും മറ്റ് 2 മുന്നണികൾക്കും പ്രത്യേകിച്ചുമില്ലാത്ത ആത്മവിശ്വാസമാണ്. അത് 40 സീറ്റെങ്കിലും പിടിച്ചാൽ ഞങ്ങൾ അധികാരത്തിൽ വരും, അതിനുള്ള കരുക്കൾ നീക്കിക്കഴിഞ്ഞു, ചർച്ചകൾ ആ തരത്തിൽ പുരോഗമിക്കുന്നു, അത് നിങ്ങളോട് തുറന്നു പറയാനുള്ള സമയമായിട്ടില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതിന് പിന്നിലെ ഒരു കളി എന്താണ്? ആത്മവിശ്വാസം എന്താണ്? അല്ല, കേരളത്തിൽ ഏത് മുന്നണിയും അതിലാണ് അതിലെ ലീഡിംഗ് പാർട്ടിക്ക് 40 സീറ്റിൽ കൂടുതൽ സീറ്റ് കിട്ടിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലൊഴികെ ബാക്കിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും 40-45 സീറ്റാണ് ഓരോ മുന്നണിയിലെയും പ്രധാന കക്ഷിക്ക് കിട്ടുന്നത്. BJP 41 സീറ്റ് BJP കിട്ടുമ്പോൾ സ്വാഭാവികമായി മറ്റ് മുന്നണികളിൽ നിൽക്കുന്ന അതിലെ ഘടകകക്ഷികളടക്കമുള്ളവർ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ BJP-യുമായി സഹകരിക്കും. BJP-യുടെ പിന്തുണയോ സഹകരണമോ ഇല്ലാതെ കേരളത്തിലൊരു മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറും, മുന്നണി ബന്ധങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും. സ്വാഭാവികമാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിൽ ഒരു എന്താ പറയണ്ടേ, ആശങ്കയുടെയോ അവിശ്വാസത്തിൻ്റെയോ ഒന്നും ഒരു അർത്ഥം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് സംശയിക്കത്തക്ക ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. BJPക്ക് 41 സീറ്റ് ലഭിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ 40 സീറ്റിൽ കൂടുതൽ BJP ജയിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത് BJP ആവും. ഈ 40 സീറ്റ് എന്ന് പറയുന്നതും BJPക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരു സംഖ്യയാണോ ശ്രീനാരായണൻ നമ്പൂതിരി ഇപ്പോൾ സാഹചര്യത്തിൽ? കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരമാവധി അത്രയും സീറ്റുകൾ 7-8 സീറ്റുകൾ എങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അതിനപ്പുറത്ത് 40 എന്ന സംഖ്യയിലേക്ക് BJP തന്നെ എത്തുക എന്നുള്ളത് വലിയൊരു കടമ്പയല്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സീറ്റ് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ത്രിപുരയിൽ മഹാഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞെങ്കിൽ, ഒരു സീറ്റ് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ BJP ഭരണത്തിലേക്ക് എന്നുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, BJPയെ ഒറ്റപ്പെടുത്താൻ വേണ്ടി, BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ബംഗാളിൽ ഒന്നിക്കേണ്ടി വന്നുവെങ്കിൽ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞുവെങ്കിൽ, അവിടെ ഒന്നും BJP പച്ചതൊടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടല്ലോ, അവിടെയൊക്കെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ 20% അടുത്ത് വോട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 15-20% കൂടി വോട്ട് വർദ്ധിപ്പിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ലല്ലോ.
അത് അസാധ്യമായ കാര്യവുമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുണ്ട്, അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്, രാഷ്ട്രീയ ചൂടിൻ്റെ എന്താ പറയണ്ടേ മാപിനിയിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. അതെല്ലാം ബി ജെ പിക്ക് അനുകൂലമായി മാറും. കേരളത്തിൽ വരാൻ പോകുന്ന വെളിപ്പെടുത്തലുകളും എല്ലാം ബി ജെ പിക്ക് അനുകൂലമായി മാറും. ഈ രണ്ട് മുന്നണികളുടെയും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് വരാൻ പോകുന്നത്. ഗോവയിലും മണിപ്പൂരിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും അരുണാചൽ പ്രദേശിലും ഒക്കെ കർണാടകയിലും ഒക്കെ നമ്മൾ കണ്ട ചില കാര്യങ്ങളുണ്ട്. ഓപ്പറേഷൻ താമര എന്നാണ് അതിൻ്റെ പേരിട്ട് വിളിച്ചിരുന്നത്. ആ തരത്തിലുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് കേരളം ലക്ഷ്യമിട്ട് നടത്തുന്നു എന്ന ചില വിമർശനങ്ങൾ, ചില സൂചനകൾ ഈ തരത്തിൽ മുന്നോട്ട് വരുന്നുണ്ട് ഈ പ്രസ്താവനയിൽ നിന്ന്. അത് വളരെ ആത്മവിശ്വാസത്തോടെ യാത്ര കുറച്ച് സമയം പിന്നിടുമ്പോൾ, അദ്ദേഹത്തിൻ്റെ യാത്ര പിന്നിടുമ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നതും ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആ തരത്തിലുള്ള ആശീർവാദവും അത്തരം നീക്കങ്ങൾ നടത്താനുള്ള അംഗീകാരവും ലഭിച്ചതിന് ശേഷമായിരിക്കുമോ ശ്രീനാരായണൻ നമ്പൂതിരി? ഈ ഓപ്പറേഷൻ താമര എന്നൊക്കെ ഉള്ളത് മാധ്യമപ്രവർത്തകരിട്ട പേരല്ലേ? ബി ജെ പിക്ക് ഒരു ഓപ്പറേഷൻ നടത്തേണ്ട കാര്യമില്ലല്ലോ. ഓപ്പറേഷൻ നടന്നത് മുഴുവൻ അതാ ഓരോ പാർട്ടികളിൽ അവരുടെ നേതാക്കന്മാർ തമ്മിൽ നടന്ന ചില ഓപ്പറേഷനുകൾ തെറ്റിപ്പോയപ്പോൾ അവർ പുറത്തു വന്നു. ഞങ്ങൾ അത്തരം അവസരങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിയിൽ ചേരാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് വേണ്ട എന്നൊന്നും പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ബി ജെ പിയിൽ ചേരാൻ ആരെയും അംഗീകരിക്കും, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്. അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരത്ത് 2 ബ്രാഞ്ച് കമ്മിറ്റി അപ്പാടെ, ബംഗാളിൽ മാത്രമാണ് പാർട്ടി ഓഫീസ് CPM ഓഫീസ് BJP ഓഫീസായി മാറിയ ചരിത്രം ഉണ്ടായത്. കേരളത്തിലും 2 ബ്രാഞ്ച് കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി അടപടലം BJP ചേരുകയും ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് BJP ഓഫീസായി മാറുകയും ചെയ്തത് ഈ സമീപ ദിവസങ്ങളിലല്ലേ. അതൊരു എന്താ പറയണ്ടേ, ഒരു തുടക്കമല്ലേ. അതിൻ്റെ അനുരണനങ്ങൾ, അത് CPM പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ബ്രാഞ്ച് അപ്പാടെ BJPയിൽ ചേരുകയും അവരുടെ ഓഫീസ് BJP ഓഫീസാക്കി ഈ രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അത് BJP ഓഫീസായി മാറി എന്ന് പറയുമ്പോൾ കേരളത്തിലും BJPയിലേക്ക് ആളുകൾ വരും, BJPക്ക് അന്തരീക്ഷം അനുകൂലമായി മാറുന്നു എന്നതിൻ്റെ തെളിവല്ലേ. അതിനൊക്കെ ഓപ്പറേഷൻ താമര എന്ന് പറഞ്ഞാൽ പ്രവർത്തകർ. ശ്രീ ഷമാ മുഹമ്മദ്, ഈ നാരായണൻ നമ്പൂതിരി പുലർത്തുന്ന ആത്മവിശ്വാസം അതാണ്. കാരണം മറ്റ് നിരവധിയായ സംസ്ഥാനങ്ങളിൽ താങ്കൾക്ക് അത് ഓർത്തെടുക്കാവുന്നതാണ്. ഈ ഘട്ടത്തിൽ BJP നടപ്പിലാക്കിയ കാര്യങ്ങളുണ്ട്. കൺമുന്നിൽ അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ MLA-മാർ അടപടലം BJPയിലേക്ക് പോയ സാഹചര്യങ്ങൾ നിരവധിയായ സ്ഥലങ്ങളിലുണ്ടായി. അതിന് ഓപ്പറേഷൻ താമര എന്ന് നേരത്തെ ശ്രീ നാരായണൻ നമ്പൂതിരി പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ പേരിട്ട് വിളിച്ചു. വിജയകരമായി പല സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ കേരളത്തിലും അത് പരീക്ഷിക്കാൻ ഒരുങ്ങുന്നു. കേരളത്തിലും അതിനനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷേ ഇത്ര വാശിയേറെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകും എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ആത്മവിശ്വാസം പുലർത്തുന്നു. അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ആ തരത്തിൽ ഇങ്ങോട്ടേക്ക് കണ്ണയക്കുന്നു എന്ന് മനസ്സിലാക്കണോ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന്? എനിക്ക് ഇന്നത്തെ പ്രസ്താവനയിൽ മനസ്സിലായ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, BJP കുറെ കൊല്ലായി അവിടെ 4500 ശാഖയായിട്ട് RSS ശാഖാസുണ്ട്. 30 കൊല്ലത്തിന്റെ അധികമായി. ഇതുവരെ അവർക്ക് ഉണ്ടായത് ഒരു MLA ആണ്. കഴിഞ്ഞ നിയമസഭയിൽ ഒരു MLA കിട്ടി. അപ്പം ഇത്ര ഒരു ആത്മവിശ്വാസത്തിൽ പറയുകയാണെങ്കിൽ അവര് ഓപ്പറേഷൻ താമര തന്നെ. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു, BJPയുടെ വക്താവിൽ നിന്ന് വന്ന് വ്യക്തി പറഞ്ഞിരിക്കുക, ഞങ്ങളെ പാർട്ടിയിൽ വരുന്നതിന് നമുക്കൊരു പ്രശ്നവും ഇല്ലാന്ന്. പക്ഷെ അദ്ദേഹത്തിന് ഒരു വേറെ കാര്യം പറഞ്ഞിട്ടില്ല. അവരെ പാർട്ടിയിൽ ഒരു ഗണ്ണ് വെച്ചിട്ട് ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഒന്ന് വിലക്ക് വാങ്ങുന്നുണ്ട്, രണ്ടാമത് അവരോട് പറയും നിങ്ങൾ അവിടെ ED മസിൽ പവറും അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ പാർട്ടിയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഗവർണറിന്റെ വേറെ റൂൾ നമ്മൾ എല്ലാവരും കണ്ടത്. മഹാരാഷ്ട്രയിൽ അവർ നോക്കി അത് ചെയ്യാൻ. അർദ്ധരാത്രിയിൽ കോശ്യാരി വിളിച്ചു ദേവേന്ദ്ര ഫഡ്നവിസിനെ CM ആക്കി 2019 ഡിസംബറിൽ. പക്ഷെ 2 ദിവസത്തിന്റെ ശേഷം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ബിക്കോസ് അവിടെ നമ്പർ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ അത് ആദ്യത്തെ നമ്മളെ സർക്കാരിലും കർണാടകയിലെ സർക്കാരിലും കണ്ടിട്ടുണ്ടായിരുന്നു എന്താ നടന്നതെന്ന്. പിന്നെ അവര് അത് യെദ്യൂരപ്പ ക്ലിയർലി ഒരു ഫോൺ കോൾ ഞങ്ങൾ കേട്ട കാര്യമാണ്. അദ്ദേഹം പറയാണ് ഒരു MLA-യുടെ മകനോട്, JDS-ന്റെ, ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾക്ക് എന്ത് പൈസ വേണ്ടത് നമ്മൾ പൈസ തരാൻ തയ്യാറാണ്. പക്ഷെ അതിന്റെ മേലൊന്നും അന്വേഷണം ഉണ്ടാവില്ല. ബിക്കോസ് എന്തുകൊണ്ടാ അമിത്ഷായും മോദിയും പറഞ്ഞ കാര്യങ്ങളാണ് യെദ്യൂരപ്പ ചെയ്യുന്നത്. അപ്പം അവര് യെദ്യൂരപ്പന്റെ ഡയറി ഉണ്ടായിരുന്നു. യെദ്യൂരപ്പ വെച്ച് റെഡ്ഡി ബ്രദേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരില്ലാണ്ട് എനിക്ക് ഇലക്ഷൻ ജയിക്കാൻ പറ്റൂല. നമുക്ക് എല്ലാവർക്കും അറിയാം റെഡ്ഡി ബ്രദേഴ്സ് എങ്ങനെയാ
CBI പ്രോബിലുള്ള ആൾക്കാർ, ജയിലിൽ പോയ ആൾക്കാർ, അവരെങ്ങനെയാ പുറത്തു വന്നത്, CBI എങ്ങനെയാ കേസ് ക്ലോസ് ചെയ്ത് നമുക്കറിയാം അതെല്ലാം. അപ്പം ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അവര് ഇവിടെയും ആ കണ്ണ് വെച്ചിട്ടുണ്ട്. ഇവിടെ വാങ്ങാന് എങ്ങനെയാ MLAs എന്താ അവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എക്സാക്ട്ലി അറിയില്ല. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, CPM പറ്റിയിട്ട് ഇവിടെ ഇത്ര ധൈര്യത്തിൽ പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം CPM-ഉം BJP-യും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇപ്പൊ നമ്മൾ നോക്ക്, ആ പഞ്ചായത്തും കോർപ്പറേഷൻ ഇലക്ഷന് മുമ്പ് ഞങ്ങൾ ഒരു ഗോൾഡ് സ്മഗ്ലിനെ പറ്റി ഭയങ്കര അന്വേഷണം ഉണ്ടായി, NI ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, തെളിവുണ്ടായിരുന്നു KT ജലീലിന്റെ എതിരായിട്ട്, തെളിവുണ്ടായിരുന്നു ശിവശങ്കറിന്റെ. ഇപ്പൊ എന്ത് പറ്റി? അതെല്ലാം ക്ലോസ് ആയിരിക്കുക. എന്തുകൊണ്ട്? അവര് ക്ലിയർലി പറഞ്ഞിരിക്കാം. അവർക്ക് എങ്ങനെയാ, അവരോട് ചോദിച്ചു, സ്വപ്ന സുരേഷ് നിങ്ങൾക്ക് എങ്ങനെ പരിചയപ്പെട്ടു, ശിവശങ്കറിനോട് ചോദിച്ചു എങ്ങനെ പരിചയമുണ്ട്, സ്വപ്ന മുഖ്യമന്ത്രിയാന്ന് പരിചയപ്പെട്ടു, കുറെ തെളിവുണ്ട്. അദ്ദേഹം സ്വപ്ന സുരേഷ് ലോക്കർ തുറങ്ങാൻ സഹായിച്ചു. പക്ഷെ അതിന്റെ ശേഷം എല്ലാം ഒരു ഇതുമില്ല. പിന്നെ വേറൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം പെട്രോളിന്റെ പൈസ കൂടിയുള്ള സമയമായപ്പം ഒരു ഉറുമ്പ് ചത്താൽ പ്രദർശനം ചെയ്യുന്ന ആൾക്കാരാണ് CPM. അവരെ പുറത്തുണ്ടാവും. നിങ്ങൾക്കറിയാലോ, ഒരു എയർപോർട്ട് നമുക്കൊരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ അവര് വരും പ്രദർശനം ചെയ്യാൻ, എന്തെങ്കിലും വില കൂട്ടലുണ്ടായാൽ പ്രദർശനം ചെയ്യാം. ഞാൻ ചോദിക്കുന്നു, CPM-ന്റെ ഒരു കാർഡറും ഇല്ല ഇന്ന് പുറത്ത്. 100 രൂപയായി പെട്രോൾ, പക്ഷെ ഒറ്റത്തിനില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവരും CPM-ഉം BJP-യും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആ. അപ്പൊ നമുക്ക് ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്താണെന്ന് അറിയില്ല. അവർ തമ്മിലുള്ള ഒരു ഡീൽ, എത്ര സീറ്റ് BJP-ക്ക് കൊടുക്കും CPM, എന്താ അവർ ചെയ്യുന്ന ഡീൽ. അപ്പം ആൾക്കാർക്ക് അറിയണം ഇപ്രാവശ്യം CPM-ഉം BJP-യും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. പക്ഷേ ശ്രീമതി ഷമാ മുഹമ്മദ് അല്പം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം അങ്ങനെയല്ല. ഈ ആഴക്കടൽ മത്സ്യബന്ധന വിവാദമൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ നടക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്ന കാര്യങ്ങൾ BJP-യും കോൺഗ്രസും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ആ വിവാദം കൊണ്ടുവന്നതും അത് ഈ തരത്തിൽ പ്രചരിപ്പിച്ചതിനും പിന്നിൽ. അത് കേന്ദ്രം കൃത്യമായി കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരെ വിവരം അറിയിച്ചു, അവർ അതെടുത്ത് ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് അല്പം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ല, അപ്പൊ മുഖ്യമന്ത്രിക്ക് പറയാം, പക്ഷെ ഞാൻ വസ്തുതകളല്ല കാണിക്കുന്നത്. നിങ്ങൾ കാണുന്ന വസ്തുതകൾ നോക്കൂ. ഇവിടെ ഞാൻ ഇടുന്നത് എല്ലാ വസ്തുതകളാണ്. എവിടെ പ്രദർശനം ചെയ്യുന്നു CPM-കാർ? ഒറ്റൊന്നില്ല. ഞാൻ ഉണ്ടായിരുന്നു കണ്ണൂരില് ഈ പ്രൈസ് കൂടിയ സമയത്ത്. കണ്ണൂർ എന്ന് പറയുന്ന CPM-ന്റെ വീടാ. അവിടെ അവരെല്ലാരും ഉള്ളൊരു ഇതാണ്, അവിടെയാണ് അവരെ ബേസ്. അവിടെ ഒരു മനുഷ്യൻ, ഒരു CPM കാർഡർ പുറത്തില്ല. ഞാൻ തന്നെ ഷോക്ക്ഡ് ആയി പോയി. പെട്രോൾ പ്രൈസ് കൂടിയിട്ട് എന്തുകൊണ്ട് CPM-ന്റെ ഒരു കാർഡറും പുറത്തില്ല? പിന്നെ ഗോൾഡ് സ്മഗ്ലിംഗ് ഇത്ര തെളിവുണ്ടായിട്ട് എവിടെ? അതിന്റെ NIA ഇല്ല, ഒന്നുമില്ല. ഇതിനു മുമ്പേ ഭയങ്കരായിരുന്നു, അതെവിടെ പോയി? അപ്പൊ വസ്തുതകൾ കാണിക്കുന്ന എന്താ? CPM-ഉം BJP-യും തമ്മിലൊരു ഡീൽ ഉണ്ട് ഇപ്പം. പിന്നെ നമുക്കറിയാം ഇന്ന് തന്നെ RTI റിപ്ലൈ, ഒരു RTI റിപ്ലൈന്റെ പുറത്ത് വന്നിരിക്കുക 6 കോടിയാണ് ടാക്സ് കൊടുക്കുന്ന പൈസ എടുത്തിട്ട് കേസുകൾ എതിര് ചെയ്യുന്ന CPM-ന്റെ നേതാവ് പിണറായി വിജയൻ. ഈ സർക്കാർ 6 കോടി, ഒന്ന് കൃപേഷ് ശരത് ലാലിന്റെ കേസ്, ഒന്ന് ഷോയിബിന്റെ കേസ്, പിന്നെ പല കേസുകൾ CBI കേസ്, മറ്റേ FIR ചെയ്ത് ഞങ്ങള് ഉമ്മൻചാണ്ടി സാറിന്റെ എതിരായിട്ട്. പിന്നെ നമുക്ക് മനസ്സിലാകുന്ന ഇവിടുന്ന് ഈ അന്തരീക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാന്ന് പറഞ്ഞ ഇത്ര ഒരു ആത്മവിശ്വാസത്തോട് ഒരു BJP-യുടെ വക്താവ് ഇരുന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് അറിയാം. ബിക്കോസ് അന്ന് ഇതേ ഇവിടുത്തെ BJP പ്രസിഡന്റ് സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? സുരേന്ദ്രൻ പറഞ്ഞിരിക്കാം BJP കോൺഗ്രസ് മുക്ത് ഭാരതാണ്, കേരളയാണ് ഇപ്രാവശ്യം. അപ്പം അത് തന്നെ നമുക്ക് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഇത്ര ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അതാ കേരളയിലെ ജനങ്ങൾ അറിയേണ്ടത്. CPM-ഉം BJP-യും ഇപ്രാവശ്യം ഒരു ഡീല് നടത്തിയിരിക്കുക. എനിക്ക് ബഹുമാനം, അതായത് അധികാരം കിട്ടിയില്ലെങ്കിലും CPM-നെ പിണറായിയെ മുഖ്യമന്ത്രിയാക്കുക, അതാണ് BJP-യുടെ ലക്ഷ്യമെന്നാണ് ഷമാ മുഹമ്മദ് പറഞ്ഞു. പിണറായി വിജയൻ പവറിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. പിണറായി വിജയൻ ഒരു EMS നമ്പൂതിരി പാടല്ല, ഒരു EK നായനാർ അല്ല. അവരെല്ലാം വലിയ വലിയ നേതാവുകളാ CPM-ന്റെ. പക്ഷെ ഇദ്ദേഹം എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ, ഒരു ഡിക്റ്റേറ്ററാണ്. അദ്ദേഹത്തിന് പവറിന് വേണമെങ്കിൽ എന്തും ചെയ്യും. ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഒരു ആന്റിസിപ്പേറ്ററി ബെയില് കൊടുക്കാത്ത ഒരു സ്ത്രീ ഉണ്ട് അവിടെ, അവരെതിരായിട്ട് കേസുണ്ട്. എന്തുകൊണ്ട് സരിതനെ ഇപ്പോ അറസ്റ്റ് ചെയ്തിട്ടില്ല? ബ്രൂവറി കോർപ്പറേഷനിൽ അവര് ജോലി കൊടുക്കുന്നു പറഞ്ഞ് PSC ആൾക്കാർക്ക് പൈസ എടുത്തു, ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിട്ടില്ല കോർട്ട്. എന്തുകൊണ്ട് ആ സ്ത്രീനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല? അതിന്റെ ഒന്നും മറുപടി ഇല്ല. അവിടെ ആന്റിസിപ്പേറ്ററി ഹൈക്കോർട്ട് കൊടുക്കുന്നില്ല, പക്ഷെ ഇവിടുന്ന് പിണറായി വിജയന്റെ സർക്കാർ അറസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഈ സ്ത്രീനെ ഇവിടെ പുറത്തു വെക്കുന്നത്? അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട. തെളിവുണ്ട്, ബെയില് കോർട്ട് കൊടുക്കുന്നില്ല, പക്ഷേ പിണറായിന്റെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. പിണറായി പവറിന് വേണ്ടി, ആ കസാലമേൽ ഇരിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഇതിൽ നമുക്ക്
ഇതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന എനിക്കൊരു കാര്യം. അപ്പം അത് ഡീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അദ്ദേഹം ഇപ്പൊ പുറത്ത് പറയുന്നത്. അതാണ് എല്ലാവരും അറിയേണ്ടത്, കേരളയിലെ ജനങ്ങൾ അറിയേണ്ടത്. ഈ ന്യൂനപക്ഷ ആൾക്കാർ വിചാരിക്കും എപ്പോഴും CPM ആണ് എതിര് ചെയ്യുന്നത് BJP-ന്റെ. പക്ഷെ അവരിന്ന് സത്യം അറിയണം, CPM BJP-യുടെ ഒക്കെയാണ്. ശരി, ശ്രീ നൌഷാദ്, ഇവിടെ ശ്രീമതി ഷമാ മുഹമ്മദ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും പിണറായി വിജയനെതിരെയും CPM-നെതിരെയും നിരവധിയായ ആരോപണങ്ങൾ അതിന് പുറത്തുന്നയിച്ചു. പക്ഷേ അപ്പോഴും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാൻ, അതിനുശേഷം താങ്കൾക്ക് ആ വിഷയങ്ങൾക്ക് മറുപടി പറയാം. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷന്റെ ആത്മവിശ്വാസം, അത് നേരത്തെ AK ബാലൻ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ പോലും പോകില്ല എന്ന്. പക്ഷേ അവർ അത്തരത്തിലും ലക്ഷ്യം വെക്കുന്നു. അവർ ഈ UDF-നെ മാത്രമല്ല, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ ഒരു സാധ്യത ഉണ്ടായാൽ അതും പ്രയോജനപ്പെടുത്താം എന്ന് ലക്ഷ്യമുണ്ടായിക്കൂടെ? അങ്ങനെ ഒരു ലക്ഷ്യത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? രഞ്ജിത്തെ, ഒന്ന്, ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ തന്നെ തെറ്റാണ്. ഇത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. ആ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം ഉണരുമ്പോൾ അവസാനിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇത് അവസാനിക്കും. രണ്ട്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ച് കുതിരക്കച്ചവടത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന മെസ്സേജ് അല്ലേ? നിങ്ങള് BJP കേരളത്തിൽ കുതിരക്കച്ചവടത്തിന് തയ്യാറാകുന്നു എന്നാണ് നിങ്ങൾ വാർത്ത പറയേണ്ടത്. അങ്ങനല്ലേ നിങ്ങൾ വാർത്ത കൊടുക്കേണ്ടത്? അത് BJP-യുടെ ആത്മവിശ്വാസം. എന്തോന്ന് 4 സീറ്റ് പോലും ലഭിക്കാത്ത സ്ഥലത്ത് 1 സീറ്റ് പോലും നിലനിർത്താൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ തരത്തിൽ വാർത്ത കൊടുക്കുന്നത്? 2, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് ഉടൻ പരിഹരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കോൺഗ്രസിനെ അപ്പാടെ വിഴുങ്ങി, അത് പരിഹരിക്കും. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ശ്രീ നൌഷാദിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ശ്രീമതി ലിസ് മാത്യു, ഇതാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ഇപ്പോഴത്തെ ആത്മവിശ്വാസം. അത് കേരളത്തിൽ അത് ചിലവാകുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടോ, കേരളത്തിൽ അതിന് വളക്കോറുള്ള മണ്ണുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ കേവലം ഒരു സീറ്റ് മാത്രമാണ് കേരളത്തിലുള്ളത് BJP-ക്ക്. അത് നിയമം എന്ന് പറയുന്ന മണ്ഡലത്തിലാണ്. അവിടെ വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ UDF-ഉം LDF-ഉം ഇത്തവണ ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പുമാണ്. പക്ഷേ ത്രിപുര പോലെ ഒരു സ്ഥലത്ത്, വളരെ പ്രധാനപ്പെട്ട CPM-ന്റെ കോട്ടയായിരുന്ന ഒരു സ്ഥലത്ത്, 1% വോട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത്, അവിടെ ഈ തരത്തിലൊരു വിജയം നേടി ഭരണത്തിലൊരു സുപ്രഭാതത്തിലെത്തിയപ്പോൾ ഇതൊന്നും അസാധ്യമല്ല എന്ന് കാട്ടിത്തന്ന ഒരു ചരിത്രം കൂടി BJP-ക്കുണ്ട്. ഇവിടെ 18% വോട്ടുകളുണ്ട്. അതൊരു പക്ഷേ 20-25% വോട്ടുകൾ ആയേക്കാം എന്ന പ്രതീക്ഷ അവർ പുലർത്തുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് കേരളത്തിൽ സംഭവിക്കുമോ, അത് 40-ലേക്ക് എത്തുമോ? അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. 71 സീറ്റ് മതി കേരളത്തിൽ ഭരിക്കാൻ. 71 സീറ്റിലേക്ക് എത്തിയില്ലെങ്കിൽ 40 BJP പിടിച്ചാൽ മറ്റ് മുന്നണികൾക്കുണ്ടാകുന്ന സീറ്റുകൾ, പിന്നെ അവിടെ ഉണ്ടാകുന്ന ആ മുന്നണികൾക്കുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, അതൊക്കെ അസാധ്യമായ ഒന്നായി ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുമോ? BJP-യെ സംബന്ധിച്ചെടുത്ത് ഞാൻ BJP-യെ കേന്ദ്രത്തിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം അവരുടെ ഈ ഹങ്കർ ഫോർ പവർ എന്നുള്ള ഒരു സാധനം, അതായത് ആ ഒരു അപ്പറ്റൈറ്റിന് മേളിൽ അവർക്ക് ഇപ്പം എനിക്കറിയാം പല നേതാക്കന്മാരും പറയുന്നതാണ്. BJP-യുടെ നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഹോം മിനിസ്റ്റർ ആയിരുന്ന അമിത്ഷാ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും, as long as Kerala is not with us, BJP is not a national party എന്ന് അദ്ദേഹം എപ്പോഴും പറയും. അതായത് അദ്ദേഹത്തിന്റെ ഒരു വലിയ മിഷനായി അദ്ദേഹം എടുത്തിരുന്നതാണ് കേരളം. ഇപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും വെസ്റ്റ് ബംഗാളിലാണ് ശ്രദ്ധ വെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന ത്രിപുരയും കേരളവുമായി ഒരു താരതമ്യത്തിന് ഇനി അതിനത്ര വലിയ ഒരു ഇറ്റ്സ് എ ഫാർ ഫെച്ച്ഡ് ആയിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. കാര്യം ത്രിപുരയിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിട്ടുള്ള കോൺഗ്രസ് ആയി വളരെ വർഷങ്ങളായി അവര് ബലഹീനമായ ഒരു പാർട്ടിയായിരുന്നു. ഓർഗനൈസേഷനിലും അത് നമ്മൾ അതിന്റെ വീഴ്ച പല ഘട്ടങ്ങളായി കണ്ടതാണ്. അതേസമയം ഇപ്പം നമ്മൾ കോൺഗ്രസിനെ നോക്കുവാണെങ്കിൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആക്റ്റീവും അല്ലെങ്കിൽ കൂടുതൽ ശക്തവുമായിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സെൻട്രലിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പാർട്ടികളെ വീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് പറയാണ്, കേന്ദ്രത്തിൽ ഉള്ള കോൺഗ്രസിന്റെ ശക്തിയെ വെച്ച് നോക്കുമ്പോൾ
കേരളമാണ് ഇപ്പോഴും കോൺഗ്രസിന്റെ ഒരു തട്ടകമായി ഇപ്പോഴും നിൽക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു സുരേന്ദ്രൻ പറയുന്നത് പോലെ ഇത്ര പെട്ടെന്ന് ഒരു 40 സീറ്റ് BJP കിട്ടുന്ന ഒരു സാഹചര്യം ഇറ്റ്സ് ലൈക്ക് ഇപ്പോഴും ഒരു ഡ്രീം ആയിരിക്കും. പിന്നെ സുരേന്ദ്രനെ സംബന്ധിച്ചിട്ട് BJPയുടെ നേതാക്കന്മാരുടെ ഒരു പ്രത്യേകതയാണ്, അവർ വളരെ കോൺഫിഡൻസ് കാണിക്കും. പെർസെപ്ഷൻ വാറിലാണ് അവർ എപ്പോഴും മുന്നിൽ. ആദ്യം അവര് ഒരു വിജയം നേടുന്നത് BJPയുടെ ഒരു സ്ട്രാറ്റജിയാണിത്. ഞാൻ BJP ആണ് കവർ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കറിയാം. അവരാദ്യം ഒരു സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ പോവുകയാണെങ്കിൽ അവരാദ്യം ചെയ്യുന്നത് അവിടുത്തെ നിന്നുള്ള ഒരു പെർസെപ്ഷൻ വാറിൽ അവര് മുൻതൂക്കം നേടാനാണ് അവർ ശ്രമിക്കുന്നത്. ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ ഇപ്പോൾ പാർട്ടിയുടെ അവിടുത്തെ പ്രസിഡന്റ് ആണ്. സുരേന്ദ്രന് പാർട്ടി ഇപ്പോൾ അവിടെ ഒരു ഇലക്ഷന് മുമ്പായിട്ട് ഒരു ജാഥ നയിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ BJPയുടെ കാര്യം ഇവിടെയുള്ള പല നേതാക്കന്മാരും അത് കേരളത്തിലെ BJPക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കേരളത്തിന്റെ കാര്യത്തിൽ ഇവിടെയുള്ള സെൻട്രൽ നേതാക്കന്മാർ, ഇപ്പോൾ നമ്മൾ അമിത്ഷായോട് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം കേരളത്തെ പറ്റി സംസാരിക്കുകയില്ല. അദ്ദേഹം വെസ്റ്റ് ബംഗാൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അതുപോലെ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. വളരെ ഈവൻ ലോക്കൽ ഇലക്ഷന് BJPക്ക് വിചാരിച്ചത്ര നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. BJP അല്ലെങ്കിൽ സെൻട്രൽ ലീഡർഷിപ്പിൽ പലർക്കും വളരെ നിരാശാജനകമായിരുന്നു കേരളത്തിലെ ലോക്കൽ ഇലക്ഷൻ റിസൾട്ട്. സുരേന്ദ്രനെ സംബന്ധിച്ച് സുരേന്ദ്രന്റെ സ്ഥാനം ഉറപ്പിക്കാനും സുരേന്ദ്രന്റെ മുന്നോട്ട് പോകാനും ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അണികളിലും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കും വിശ്വാസം ഉണ്ടാക്കുകയല്ലേ. അദ്ദേഹം സ്വാഭാവികമായിട്ടും പറഞ്ഞു. അതുകൊണ്ട് അത് എത്രമാത്രം ഒരു പ്രായോഗികമാക്കാം എന്നുള്ളത് നമ്മൾ പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സ്. അതായത് ഈ സുരേന്ദ്രൻ ഇവിടെ കാണിക്കുന്ന ആത്മവിശ്വാസം അമിത്ഷായ്ക്ക് സെന്ററിലില്ല, അല്ലെങ്കിൽ അമിത്ഷാ നേരിട്ട് നടത്തിയ ഓപ്പറേഷൻ നടത്തിയാൽ പോലും കേരളം ഒരു ബാലികേറ മലയായി BJPക്ക് തുടരും എന്ന വിശ്വാസം കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് എന്നാണോ പറഞ്ഞു വെക്കുന്നത് ശ്രീമതി ലിസ് മാത്യു? തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുന്ന BJPയുടെ കേന്ദ്ര നേതാക്കന്മാരൊന്നും കേരളത്തിൽ, എനിക്കിപ്പോൾ നമ്മൾക്ക് പേര് പറയാൻ പറ്റില്ല, പലരും പറയും കേരളം ഇപ്പോൾ ഈ അടുത്ത ഇലക്ഷനിൽ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്ത് 15% അല്ലെങ്കിൽ 16% സീറ്റ് വോട്ട് കിട്ടിയ ഒരു സ്ഥലമാണ്. അത് വിട്ടുകൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിക്കലായിട്ടുള്ള അവരുടെ ഒരു ബാറ്റിലുണ്ട്. അതിനകത്ത് CPM-നെതിരെയുള്ള ഒരു ബാറ്റിലാണ് അവർ ഐഡിയോളജി കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ CPM ആണ് ഒരു പ്രധാന ശത്രുവായിട്ട് അവർ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇതുവരെ അവരിൽ നിന്ന് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഐഡിയോളജിക്കൽ വാർ അവരല്ലെങ്കിൽ ആ ഒരു മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ കോൺഗ്രസ് മുക്ത അല്ലെങ്കിൽ കോൺഗ്രസിലെ ഈവൻ പോണ്ടിച്ചേരിയിൽ അവരെന്താണ് കാണിച്ചത്? പോണ്ടിച്ചേരിയിൽ BJPക്ക് എന്ത് വിജയമാണ് ഉണ്ടായത്? വെറും രണ്ട് നോമിനേറ്റഡ് MLA-മാരുള്ള പോണ്ടിച്ചേരിയിൽ എന്തുകൊണ്ടാണ് BJP സർക്കാർ മറിച്ചിടാൻ സഹായിച്ചത്? അത് അവർ പറയുന്ന ഒരു നാഷണൽ ലെവലിൽ ഞങ്ങൾ ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ചെറിയ സംസ്ഥാനം ആണെങ്കിൽ പോലും അവിടെ ഒരു കോൺഗ്രസ് ഗവൺമെന്റിനെ വലിച്ചു താഴെയിടുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങളുടെ ഓവറോൾ ഒരു നറേറ്റീവിന്റെ കൂടെ പോകുന്നത്. രണ്ട്, കോൺഗ്രസ്സുകാർക്ക് ഭരിക്കാനും കോൺഗ്രസ്സുകാർക്ക് ഭരണം നിലനിർത്താനും ഉള്ള കഴിവില്ല എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്യുകയാണ്. കോൺഗ്രസിനെ കൊണ്ട് ഒരു സംസ്ഥാനം ഭരിക്കാനുള്ള ഒരു എബിലിറ്റി ഇല്ല. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് പാർട്ടികളെ അല്ലെങ്കിൽ അണികളെ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള നേതാക്കന്മാരെ കൂടെ നിർത്താനാവുന്നില്ല. പക്ഷെ അപ്പോഴും കോൺഗ്രസ് ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നു. കേരളത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ട് ഇവിടുത്തെ പ്രചരണത്തിന് രൂപം നൽകുന്നു. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായി വലിയ തോതിൽ ഇവിടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്നു. ഒപ്പം ഇനിയുള്ള ദിവസങ്ങളിലും രാഹുൽ സജീവമാകുമെന്ന് പറയുന്നു. അങ്ങനെ കോൺഗ്രസിന് തള്ളിക്കളയാൻ പറ്റുന്ന സംസ്ഥാനമാണോ കേരളം? അല്ല, കോൺഗ്രസിന്റെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കേന്ദ്രത്തിൽ നിന്ന് കോൺഗ്രസിനെ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള യൂണിറ്റ് ഉള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണ് കേരളം കൂടി പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് എന്താ ഉള്ളത്? രാജസ്ഥാനും പഞ്ചാബും മാത്രമല്ലേ ഉള്ളൂ ബാക്കി ഇവിടെ. അത് രണ്ടും നേതാക്കന്മാരുടെ കഴിവുകൊണ്ട് ഇതാണ്. ഓർഗനൈസേഷനിൽ എന്തുമാത്രം ശക്തമാണെന്ന് നമുക്ക് കണ്ടറിഞ്ഞേ പറ്റുള്ളൂ. പിന്നെ രാജസ്ഥാനിൽ കോൺഗ്രസിനുള്ള ഒരു ഗുണം, BJP കോൺഗ്രസിനേക്കാൾ വളരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷനാണ്. അതിനകത്തെ വഴക്കുകൾ കൊണ്ട് വസുന്ധര രാജയും മറ്റു നേതാക്കന്മാരും തമ്മിലുള്ള വഴക്ക് കൊണ്ട് അവിടുത്തെ ഓർഗനൈസേഷൻ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിൽ ഇപ്പോൾ ഫാമേഴ്സ് ഇത് വന്നതുകൊണ്ട് BJP നേതാക്കന്മാർക്ക് അവിടെ മുഖം കാണിക്കാൻ പോലും പറ്റിയല്ലാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ രണ്ട് പാർട്ടികളും, അതുകൊണ്ട് കോൺഗ്രസ് ഇതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ എന്ന് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ ഒരു യൂണിറ്റ് ആയിട്ട് ഇവിടെയുള്ള പലരും, ഈവൻ BJP നേതാക്കന്മാർ പോലും കാണുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, BJPയുടെ പൊളിറ്റിക്സ് ചെയ്യും,
കോൺഗ്രസിന് അതിനെ ഇപ്പൊ BJPയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന കോൺഗ്രസ് വീണ്ടും തോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഡിസിന്റഗ്രേറ്റ് ചെയ്യും, ഒരു അതിൻ്റെ അകത്ത് ഒരു ഛിദ്രത വരും. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് കുറെ നേതാക്കന്മാരെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. നൗഷാദിലേക്ക് വരേണ്ടതുണ്ട് വളരെ പ്രധാനം, കാരണം അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നില്ല നേരെ സംസാരിക്കാൻ, സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തിരിച്ചു വരാം അദ്ദേഹത്തിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ നൗഷാദ്, താങ്കൾ ഈ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട മറുപടിയിൽ തുടങ്ങി വെച്ചത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് തന്നെയാണ്. ഒരു സീറ്റിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി പോലും ഇല്ലാത്തൊരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ പറഞ്ഞു വെക്കുന്നത് എന്ന് പറയുമ്പോഴും BJPക്ക് നേരത്തെ ശ്രീ ലിസ് മാത്യു പറഞ്ഞതുപോലെ നിരവധിയായ ലക്ഷ്യങ്ങൾ ഈ പ്രസ്താവന കൊണ്ട് ഉണ്ടാകും. അത് അത്ര ആത്മവിശ്വാസത്തോട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സജീവമായി പ്രവർത്തകരെ എത്തിക്കുക, അധികാരം പിടിക്കുമെന്ന് പോലും പറയുന്നത് അതിൻ്റെയൊക്കെ ലക്ഷണമായി കണ്ടുകൂടെ? നിങ്ങൾ രഞ്ജിത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ BJPയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ ആ സ്റ്റേറ്റ്മെന്റ് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയല്ലേ? ജനാധിപത്യത്തെ പിച്ച് ചിന്തി ഞങ്ങൾക്ക് 71 വേണം ഭരിക്കണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഞങ്ങൾക്ക് 40 കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ കുതിരക്കച്ചവടം നടത്തും എന്നല്ലേ? ആ കുതിരക്കച്ചവടത്തിന് മധ്യപ്രദേശിൽ ചെയ്തതുപോലെ, കർണാടകയിൽ ചെയ്തതുപോലെ, ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ ചെയ്തതുപോലെ, അരുണാചൽ പ്രദേശിൽ ചെയ്തതുപോലെ BJP കുതിരക്കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നു കേരളത്തിൽ എന്ന് നിങ്ങൾ അങ്ങനല്ലേ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത്? ആ വ്യാഖ്യാനം നടത്താതെ നിങ്ങൾ BJPക്ക് 40 സീറ്റ് കിട്ടിയാൽ ഭരണം എങ്ങനെ ലഭിക്കും, അങ്ങനെ അതിനെ കൊണ്ടുപോകുന്നതിന് അങ്ങനൊരു കേരളത്തിൽ അങ്ങനെ സംഭവിക്കാനേ പോകുന്നില്ല. ഇവിടെ ഈ പറയപ്പെടുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ നമ്മുടെ കർണാടകയിലും ഒക്കെ പോണ്ടിച്ചേരിയിൽ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലും പോണ്ടിച്ചേരിയിലും നടത്തിയതുപോലെ കോൺഗ്രസിൻ്റെ MLAമാരെ വിലയ്ക്ക് വാങ്ങാം എന്നുള്ള മോഹമാണ് അവർക്കുള്ളതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങാൻ കോൺഗ്രസിന് MLAമാരെ കിട്ടിയാലല്ലേ പറ്റൂ BJP. അതിന് നിങ്ങൾക്ക് കിട്ടില്ല. ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങൾ എന്താണ് കോൺഗ്രസ് BJPക്ക് പർച്ചേസ് ചെയ്യാൻ ചുളുവിൽ ജനങ്ങളുടെ വോട്ട് ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം BJPക്ക് വിൽക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് അനുഭവത്തിൽ കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഈ ആത്മവിശ്വാസം BJPക്കുള്ളത് അവരും കോൺഗ്രസും തമ്മിലുള്ള ഇപ്പോഴുള്ളതല്ല, എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് കോലീബി സഖ്യത്തെക്കുറിച്ച്. ഇപ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് കിട്ടിയതുൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ പിന്നെ പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പിലുമൊക്കെ വളരെ പ്രകടമായി കണ്ടതാണല്ലോ ഈ BJP കോൺഗ്രസ് ബന്ധം. പിന്നെ ഇവിടെ ഈ കോൺഗ്രസിൻ്റെ വക്താവ് വന്നിരുന്നിട്ട് വളരെ കൃത്യമായി CPM BJP ബന്ധം ഇത് കേരളമാണെന്ന് ഓർക്കണം. കാരണം കേരളത്തിൽ സംഘപരിവാറുകൾ ശക്തികൾക്കെതിരായി ഇവിടെ മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്നും അകന്നു നിന്നിരുന്ന കാലഘട്ടത്തിൽ പോലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ അവർ വിമുഖത കാണിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും സംഘപരിവാർ ശക്തികളോട് ഏറ്റുമുട്ടി നിന്ന പ്രസ്ഥാനമാണിത്. ആ ഇടതുപക്ഷത്തിനെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കോൺഗ്രസ് എന്താണ്, CPM എന്താണ്, ഇടതുപക്ഷം എന്താണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരെ നിങ്ങൾ ഒറ്റക്കെട്ടല്ലായിരുന്നോ? രാവിലെ BJPയുടെ അധ്യക്ഷൻ പത്രസമ്മേളനം, അരമണിക്കൂർ കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനം. കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരുന്നതാണ്. അത് കോർപ്പറേഷൻ, പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരെ നീണ്ടു. നിങ്ങൾ ഈ പറയപ്പെടുന്ന CBIയെയും കസ്റ്റംസിനെയും EDയെയും CAGയെയും ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി
ഈ നാടിന്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയായ കിഫ്ബിയെ ഉൾപ്പെടെ ഇല്ലാതാക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ മറന്നില്ല കേരളത്തിലെ ജനങ്ങൾ. നടക്കുന്നില്ലെന്നാണ് അതിന് ശ്രമമെന്ന് കേരളത്തിലെ ആരോപിക്കുന്നത് ശ്രീ ജനങ്ങൾ നൗഷാദ്. മറുപടിയാണ്. നടക്കുന്നില്ല, അത് കോൺഗ്രസും അത് ഈ പറഞ്ഞ പോലെ CPM ഉം BJP അഡ്ജസ്റ്റ്മെന്റ് ആണെന്നാണ് പറയുന്നത്. അതാണ് നിങ്ങൾ പറയുന്നത്. അല്ല, അതെ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഇപ്പൊ പറയുന്നു. BJP CPM-നെ തകർക്കാൻ നിങ്ങൾ ഈ പിണറായി വിജയൻ മധ്യപ്രദേശിൽ സംസാരിക്കുന്നതിൽ നിന്നും തടഞ്ഞവർ. മറന്നു പോകരുത്, ഒരു യോഗത്തിൽ സംസാരിക്കുന്നതിന് പോലും അനുവാദം കൊടുക്കാതെ പിണറായി വിജയന്റെ തലയ്ക്ക് വില പറഞ്ഞ BJP MP മറന്നു പോകരുത്. ആ പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അറിയാം, CPM-നെ നന്നായിട്ട് അറിയാം. അത് ഇവിടെ വന്നിരുന്ന് ഇതുപോലെ വർത്തമാനം പറയാം. ഇവിടെ കോലീബി സഖ്യം, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസും BJP-യുമായിട്ടുള്ള സഖ്യം. ഇവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ BJP ആണ്. ഇപ്പൊ സുരേന്ദ്രൻ ഈ വർത്തമാനം പറഞ്ഞപ്പോ കോൺഗ്രസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് ചീറ്റിപ്പോവും. അതിനാണ് കോൺഗ്രസും CPM ഉണ്ടല്ലോ എന്ന് കൂട്ടത്തിൽ ഒരൊറ്റക്കാച്ച്. പക്ഷെ നിങ്ങളെല്ലാം, ഞാൻ പറഞ്ഞ നിങ്ങൾ മാധ്യമങ്ങൾ BJP-യുടെ കുതിര കച്ചവടത്തെക്കുറിച്ചും ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തെക്കുറിച്ചും പറയണ്ടേ? അതല്ലേ അവരുടെ ചരിത്രം. പാതിരാത്രിക്ക് ഒരു മുഖ്യമന്ത്രി വെളുപ്പാങ്കാലത്ത് അധികാരമേൽക്കുക, ചർച്ച പോലും ചെയ്യാതെ കർഷക നിയമങ്ങൾ പാസാക്കുക, ഈ ജനങ്ങളെ അർപ്പിച്ച വിശ്വാസം പർച്ചേസ് ചെയ്യുക. കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനം അവരാരെയാണോ ജയിപ്പിച്ചത് അവരെ പർച്ചേസ് ചെയ്യുക. വോട്ട് വാങ്ങിക്കാൻ പോകണ്ടല്ലോ, MLA വരെ വാങ്ങിച്ചാൽ പോരെ. എന്ത് എളുപ്പം! എന്തിനാണ് ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന? അവർ ജയിപ്പിച്ച് വിടുന്നവരെ പോക്കറ്റിലാക്കിയാൽ മതി. ഇതാണ് അവരുടെ മെത്തേഡ്. അത് ത്രിപുരയിലെ ഉദാഹരണം നാരായണൻ നമ്പൂതിരി ചൂണ്ടിക്കാണിച്ചു. 1% വോട്ടുണ്ടായ സ്ഥലത്ത് CPM-ന്റെ കോട്ടയായ ത്രിപുരയിലാണ് ഇപ്പോൾ അവർ അധികാരത്തിലിരിക്കുന്നതും ഭരിക്കുന്നതും. അല്ല, കോട്ട എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ കോട്ട അല്ല, ഞാൻ പറഞ്ഞോട്ടെ രഞ്ജിത്തെ. ഇവിടെ ത്രിപുരയിൽ അവിടെ കോൺഗ്രസും അല്ല, അവിടെ BJP-യും CPM-ഏ ഉള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് മുഴുവൻ BJP ആയാൽ BJP-ക്ക് കുറച്ചുകൂടെ ശക്തി കിട്ടത്തില്ലേ? ത്രിപുരയിൽ CPM-ന്ന് ആരെയും കിട്ടിയില്ല. പക്ഷേ ഒന്നായ ഒരു കോൺഗ്രസിനെ മുഴുവൻ, അതാണല്ലേ അവർ തുടരുന്നത്, പർച്ചേസ് ചെയ്യുകയാണ്. അതിനെ മുഴുവൻ പർച്ചേസ് ചെയ്തു. കോൺഗ്രസ് എന്ന പാർട്ടി അവിടെ ഇല്ല. അതിനോടൊപ്പം അവിടെ കോൺഗ്രസിന്റെ പഴയ കൂട്ടുകക്ഷിയായ ത്രിപുര ഉപജാതി ഉപസമിതി, അങ്ങനൊരു പ്രസ്ഥാനമുണ്ട്, ഒരു പ്രാദേശിക പാർട്ടിയുണ്ട് അവിടെ. അതിനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവർ CPM-നെ പരാജയപ്പെടുത്തിയത്. അതിന് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായില്ല, വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയ ഡിഫറൻസ് ഉണ്ടായില്ല. പക്ഷെ അവർക്ക് അധികാരം കിട്ടി. പക്ഷെ അവിടെ അധികാരം കിട്ടിയപ്പോൾ കോൺഗ്രസിന് ഒരൊറ്റ MLA പോലും ഇല്ലാതായി എന്നുള്ളത് മറക്കരുത്. കോൺഗ്രസിനെ പർച്ചേസ് ചെയ്യാൻ ഇവിടെ CPM-ൽ നിന്നും ആരെയും കിട്ടില്ല. CPM-ൽ നിന്നും ആരെയും പ്രതീക്ഷിക്കേണ്ട. മറ്റു സംസ്ഥാനങ്ങളിൽ ലക്ഷ്യം വെച്ചതുപോലെ കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചാണ് സുരേന്ദ്രന്റെ പ്രസ്താവന. സുരേന്ദ്രന്റെ പ്രസ്താവനയുടെ 7 എഴുത്ത് പോലും CPM-നെ പ്രതീക്ഷിക്കേണ്ട. മറ്റ് ഇപ്പോൾ ഏറ്റവും അവസാനം പുതുച്ചേരിയിൽ സംഭവിച്ചതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ നിരവധിയായ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്രീ നൌഷാദ് MLA സംസാരിച്ചത്. നിങ്ങളെല്ലാവരും കേട്ടല്ലോ ലിസ് മാത്യു എന്താ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് നല്ല ശക്തമായിട്ടുള്ള ഓർഗനൈസേഷനിൽ നല്ല ശക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരള. ഞാനിപ്പം ശ്രീ നൌഷാദ് പറയുന്ന പല കാര്യങ്ങളും കേട്ടു. പക്ഷെ അതിൽ അദ്ദേഹം വസ്തുതകളൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു അവിടെ ഇവിടെ മറ്റെവിടാന്ന്. അദ്ദേഹം ത്രിപുരയുടെ കാര്യം പറഞ്ഞു. ത്രിപുരയിൽ നിന്ന് കുറെ CPM-കാർ BJP-യും. പക്ഷെ അതിലും അധികം CPM-കാർ എവിടെയാ BJP പോയിരിക്കുന്നത്? വെസ്റ്റ് ബംഗാളില്. പശ്ചിമ ബംഗാളിൽ ഇപ്പം അധികം BJP-കാർ എവിടുന്നാ വന്നത്? CPM-കാർ. അത് എല്ലാവർക്കും അറിയുന്നത്. അതൊരു ഞാൻ വസ്തുതകളാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പോലെ വെറുതെ അദ്ദേഹം പറഞ്ഞിട്ടില്ല പെട്രോൾ പ്രൈസ് കൂടിയിട്ട് ഞങ്ങളെ മിഡിൽ ക്ലാസ്സിന് ഇത്ര നോവിട്ട്. കോൺഗ്രസിന്റെ എല്ലാവരും പുറത്താ, എല്ലാവരും ഉണ്ട് അവിടെ ഇപ്പൊ ഇരിക്കുന്നത്. ഞാൻ പ്രദർശനത്തിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് കണ്ണൂരില് CPM-ന്റെ ഇതാണ് ബാസ്റ്റ്യൻ ആണ് ഞങ്ങൾ പറയുന്നത്. അവിടെയും ആരുമില്ല. എന്തുകൊണ്ടാന്നത്? എന്താ ഡീൽ നമുക്കറിയാം. അതിന്റെ മറുപടി ഇതുവരെ ശ്രീ നൌഷാദ് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറയാന്ന് ഈ ഗോൾഡ് സ്മഗ്ലിംഗ് നമ്മൾ കേട്ട് ഇത്ര വലിയ ഇതുവരെ ഒരു CM-ന്റെ
ഇത്ര അടുത്ത ഒരു ഇങ്ങനത്തെ ഒരു കൊള്ളക്കടത്ത് ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ അതും NIA ഭയങ്കര അന്വേഷണമായിരുന്നു. പക്ഷെ അതും ഇപ്പം എല്ലാം ക്ലോസ് ചെയ്ത പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു പിണറായിന്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ലിയർലി പറഞ്ഞു EK നായനാർ ഉണ്ട്, EMS നമ്പൂതിരിപ്പാണ്, ഞങ്ങളും ബഹുമാനിക്കുന്ന നേതാവുകളാ അതല്ലോ. പക്ഷെ അതുപോലെ അല്ല പിണറായി വിജയൻ ആ പവറിൽ ഇരിക്കാൻ ഇപ്പം കോടിയേരിനെ മാറ്റിയിട്ട് വിജയരാഘവനെ വെച്ചു. അപ്പം ഇതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് എന്താ വേണ്ട, അദ്ദേഹത്തിന്റെ ഒക്കെ ഉള്ള ആൾക്കാരൊന്നും അദ്ദേഹം സപ്പോർട്ട് ചെയ്യൂല. കോടിയേരിന്റെ മകൻ ഇപ്പം ജയിലില്ല, അപ്പം കോടിയേരിനെ നമുക്ക് സൈഡായിക്കളയാം, നമുക്ക് വേണ്ട. പക്ഷെ നമ്മൾ വേറൊരാളെ കൊണ്ടുവരും. അതാണ് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മോദിയുടെ സ്വഭാവ ഏകാധിപത്യം. മോദി അഡ്വാനിനെ യൂസ് ചെയ്ത് ടിഷ്യൂ പേപ്പർ പോലെ, ഈ ടോയ്ലറ്റ് പേപ്പർ പോലെ, പിന്നെ അത് ഒരു സൈഡിൽ ഡിസ്പോസ് ചെയ്തു. അതാണ് മോദിജി ചെയ്തത് അദ്വാനിന്റെ അടുത്ത്. അന്ന് ആ 2002 രക്ഷപ്പെട്ട തന്നെ അദ്വാനിനെ കൊണ്ടാന്ന്, അല്ലെങ്കിൽ മോദി അന്ന് റിസൈൻ ചെയ്യേണ്ട വരുമായിരുന്നു വാജ്പേയി പറഞ്ഞിട്ട്. പക്ഷെ എന്നിട്ട് അദ്വാനി എല്ലാം ചെയ്ത് കൊടുത്തിട്ട് സൈഡ് ചെയ്ത് ഒരു ടിഷ്യൂ ടോയ്ലറ്റ് പേപ്പർ നമ്മൾ കളയല്ലോ ടോയ്ലറ്റിൽ ഇട്ടിട്ട്, അതുപോലെയാണ് അദ്വാനിനെ സൈഡ് ആക്കി. കാരണം പ്രസിഡന്റ് വരെ ആക്കിയിട്ടില്ല ഈ രാജ്യത്തിന്റെ. അതുപോലെയാണ് പിണറായി വിജയന്റെ ഒരു സ്വഭാവം, ഒരു ഏകാധിപതി. അദ്ദേഹം നമുക്ക് ഓർമ്മയില്ല, നിങ്ങൾ ജേർണലിസ്റ്റിന്റെ എതിരായിട്ട് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടില്ല. എല്ലാ മീഡിയയിൽ ആരും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പോലീസിന് പോയിട്ട് അറസ്റ്റ് ചെയ്യാം, ഒരു പേപ്പർ ഒന്നും ഇല്ലാണ്ട് പോയിട്ട് അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഞങ്ങളെല്ലാം നിങ്ങൾ എതിര് ചെയ്തു, അദ്ദേഹത്തിന് അത് പിൻവലിക്കേണ്ടി വന്നുപോയി. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പിണറായി വിജയൻ. റെയിൽവേന്ന് ഒരാൾ ഫേസ്ബുക്ക് എന്തോ എഴുതി അദ്ദേഹത്തിന്റെ എതിരായിട്ട്, അവിടുന്ന് പുറത്താക്കി റെയിൽവേന്ന്, അദ്ദേഹത്തിന്റെ ജോലി പോയി. ഇപ്പൊ നമ്മൾ എന്താ കാണുന്ന PSCയിൽ സൈഡ് എൻട്രി, അത് ആർക്ക് മാത്രം? വെറും CPM കാഡേഴ്സിന് മാത്രം, വേറെ ആർക്കും ഇല്ല. എന്നിട്ട് അവര് സ്വന്തം ജയരാജൻ പറയാ ഇത് ചാരിറ്റിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ചാരിറ്റി വെറും CPM കാർക്ക് മാത്രമുള്ള ചാരിറ്റി, പക്ഷെ വേറെ ആർക്കും അതുമില്ല. അപ്പൊ പിന്നെ അതിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതെല്ലാം വസ്തുതകളാ, നിങ്ങൾ പറയുന്ന വസ്തുതകൾ. നൗഷാദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു ഡീലാ. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാളും BJPയിലേക്ക് പോകൂല. ഞങ്ങൾക്കറിയാം ഈ വരുന്ന നിയമസഭ നമ്മൾ ജയിക്കുന്നതാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ബിക്കോസ് നിങ്ങൾ ഇപ്പൊ ഒരു DYFIക്കാരും ബലാത്സംഗം ചെയ്ത് 2 പിഞ്ച് പൈതലിനെ തൂക്കിക്കൊന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ആ അമ്മക്ക് നിങ്ങൾ CBI പ്രോബ് ചെയ്തു കൊടുത്തോ? നിങ്ങൾ ആർക്കാ CBI പ്രോബ്? 3 ദിവസം ഒരു പ്രതിയായ സ്ത്രീ, സോളാറിൽ പ്രതി, പിന്നെ ഇപ്പം ബ്രൂയി കോർപ്പറേഷനിൽ പ്രതി. ആ സ്ത്രീ 2018 ഒരു FIR ഇട്ട് ആ സ്ത്രീ പോയിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞ എനിക്കൊരു അന്വേഷണം വേണം. 3 ദിവസത്തിന്റെ ഉള്ളിൽ മുഖ്യമന്ത്രി അത് CBI പ്രോബാക്കി. പക്ഷെ ആ അമ്മയുടെ 2 മക്കൾ DYFIക്കാരനും 2 കൂടി ബലാത്സംഗം ചെയ്ത് തൂക്കിക്കൊന്നിട്ട് ഹൈക്കോർട്ട് എന്താ പറഞ്ഞത്? ഇത് പോലീസിന്റെ തെളിവ് ശരിയല്ല, അതുകൊണ്ട് ഞാൻ അവരെ നിരവധിയാക്കി വിടുന്നതാണ്. എന്നിട്ട് റീട്രയലാണ് പോയത്. അപ്പം ആ അമ്മ പറഞ്ഞു റീട്രയൽ പറ്റില്ല, അതേ പോലീസ് അന്വേഷിക്കേണ്ടത്. CBI പ്രോബിന് ചോദിച്ചു മുഖ്യമന്ത്രി കൊടുത്തോ? മുഖ്യമന്ത്രി കൊടുത്തില്ല. ആ അമ്മയ്ക്ക് തെരുവിൽ നടക്കുന്ന വന്നു രാവും പകലും. എന്നിട്ടാ മുഖ്യമന്ത്രി അത് CBI പ്രോബാക്കിയത്. അതൊരു നിർഭയന്റെ പോലത്തെ കേസ് എവിടെ? എന്നിട്ട് എവിടെയാ DYFIക്കാരൻ? പുറത്ത്. അപ്പൊ ഇതിന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഒരു DYFIക്കാരനും ഒരു CPM-കാരനും എന്തും ചെയ്യാം. അതുകൊണ്ടാണ് ആ സ്ത്രീ ഇപ്പം പുറത്തുള്ളത്. അപ്പൊ നിങ്ങൾ പല കാര്യം പറഞ്ഞല്ലോ, സോളാർ സ്കാം, ആര് പോയി ജയിലില്? ഞങ്ങളത് ഏത് നേതാവിനെ നിങ്ങൾ ജയിലിൽ അയച്ചത്? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇതാക്കിയത്. പിന്നെ നിങ്ങൾ ബാർ ബ്രൂവി സ്കാമിൽ എവിടെയാ? മാണിന്റെ മേലെ എന്തെല്ലാം ആരോപണം ഇട്ടു, അഴിമതിന്റെ ആരോപണം. ഞങ്ങൾ പറഞ്ഞു ജോസ് കെ മാണിക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം വിജിലൻസ് പ്രോബ് വരെ ചെയ്തു വന്ന്. എന്നിട്ട് നിരവധാദ്യമായിട്ട് വന്ന് നിങ്ങൾ പ്രദർശനം ചെയ്യുന്നതാണ് ജോസ് കെ മാണിന്റെ എതിരെ. എവിടെയപ്പം ജോസ് കെ മാണി? പരിമിതിയെല്ലാം മറന്നോ? നിങ്ങളെ പാർട്ടിയിൽ വന്നാല് BJPയിലെ പോലെ ഗംഗയിൽ മുക്കി പുറത്തിറങ്ങുന്ന പോലെയല്ലേ നിങ്ങളും? അപ്പൊ അതേ ഈ മോദിയുടെ ഏട്ടനാണ് ഞാൻ പറയുന്നത് പിണറായി വിജയൻ ഇനിയും വന്നാൽ ഇവിടെ ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്നു. ഇവിടെ കിഫ്ബിന്ന് ലോൺ എടുക്കുന്നത് നിങ്ങൾ പറയാ ഒരു കിറ്റ് നല്ല കാര്യമാണ്. പക്ഷെ ഞങ്ങള് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ ചെയ്ത പോലെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കിഫ്ബിന്ന് ലോണ്, നിങ്ങൾ ഇംഗ്ലണ്ടിൽ ലണ്ടനിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോൺ എടുത്തിരിക്കാം. അപ്പം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ കിറ്റിലും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ കാരുണ്യ പദ്ധതി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? 2 ലക്ഷത്തിന്റെ കൂടുതൽ ഞങ്ങൾ ആൾക്കാർ അവർക്ക് ഹോസ്പിറ്റലിൽ വരാം, അവരെ ചികിത്സയ്ക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് പുതിയ പദ്ധതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? എന്ത് പുതിയ വികസനം കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളെ മെട്രോ കംപ്ലീറ്റ് ചെയ്തു, ഞങ്ങളെ കണ്ണൂർ എയർപോർട്ട് കംപ്ലീറ്റ് ചെയ്തു, ഞങ്ങൾ പുതിയ വികസനം ഇല്ല. നൗഷാദ് പറഞ്ഞു വെച്ചത് സുരേന്ദ്രന്റേത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് എന്നതാണ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വലിയ വാശിയേറിയ ഒരു പോരാട്ടത്തിലേക്ക് നടക്കുകയാണ്. UDF ഒക്കെ ശരി പറഞ്ഞു. ഒരു പോയിന്റ് കൂടി പറയാൻ പറ്റുമോ? ഒരു പോയിന്റ് കൂടി ഞങ്ങൾക്ക് പറയാന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രപതി, അമേരിക്കയുടെ രാഷ്ട്രപതി വരുമ്പം കലാപം ഉണ്ടായതാണ് ഡൽഹിയിൽ. എന്നിട്ടും അമിത്ഷാ ഒരു ആർമിനെ കൊണ്ടുവന്നിട്ടില്ല.
നാളെ എന്തുകൊണ്ട് കേരളയിലെ ഏതെങ്കിലും ഒരു ചെറിയ കണ്ണൂരിലോ ധർമ്മടത്തിലും കലാപം ഉണ്ടാവാൻ പറ്റും? സാധ്യതയുണ്ട്. എന്തുകൊണ്ട് BJP വന്നാൽ കലാപം ഉണ്ടാവും? അവരവിടെ നിർത്തിയിട്ടില്ല, അവർക്ക് പ്രശ്നമില്ല, രാഷ്ട്രപതി വന്നോട്ടെ. പക്ഷെ നമുക്ക് എല്ലാ കൊലയാണ് അവർക്ക് വേണ്ടത്. അവർക്ക് ഇതാണ് ആ പേടി, മെജോറിറ്റിനിസം, ന്യൂനപക്ഷ ആൾക്കാരെ നമുക്ക് അവരെ പഠിപ്പിക്കണമെന്ന്. കേരളയിലെ 50% ന്യൂനപക്ഷം നമുക്കറിയില്ല. അവിടെ രാഷ്ട്രപതിയുള്ള സമയത്ത്, അമേരിക്കയിലെ രാഷ്ട്രപതിയുള്ള സമയത്ത് ഒരു കലാപം, അതിന് വരെ എന്താണ് പറഞ്ഞു, പോലീസിന് പറ്റില്ല, എന്നാ ആർമിനെ വിളിക്കണം, നിർത്തിയില്ല. 4 ദിവസേന ആ കലാപം. എന്തുകൊണ്ട് കേരളയിൽ എവിടെയെങ്കിലും ഈ കലാപം നടക്കാൻ പറ്റൂല? അതുകൊണ്ട് BJP വരുന്ന ഒരു സാധ്യതയില്ല ഇവിടെ. മലയാളികൾ കൊടുക്കൂല വോട്ട്. ബിക്കോസ് നാരായണൻ നമ്പൂതിരി ഔഷാദ് ഉന്നയിച്ച ആരോപണം ആക്ഷേപമുണ്ട്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നത്, ഒപ്പം ഷമാ മുഹമ്മദ് പറഞ്ഞത് ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. കോൺഗ്രസ് മുക്ത കേരളം എന്ന പ്രസ്താവന അതിന്റെ ചൂണ്ടുപലകയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. രണ്ടിനുമുള്ള മറുപടി. അല്ല, നൗഷാദ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. വിപ്ലവ് ദേവ് കുമാർ നമ്മുടെ ത്രിപുരയുടെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ത്രിപുരയിൽ ഞങ്ങൾ മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നൗഷാദിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമങ്ങളും അദ്ദേഹത്തെ കളിയാക്കി ചിരിച്ച ഒരു ചിത്രമുണ്ട്. അതുകൊണ്ട് അത്തരം ഞാൻ ഈ പറയുന്നത് തന്നെ തിരിച്ച് വരുന്നു കേട്ടോ എൻ്റെ ചെവിയിലേക്ക്. അത് ശരിയാക്കാം. താങ്കൾ അത്തരം കളിയാക്കൽ അവഹേളനങ്ങളൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ശരിയാകും എന്ന് പ്രതീക്ഷിക്കാം. ശ്രീമതി ലിസ് മാത്യു, ഇത് വലിയ പ്രതീക്ഷ, ഈ കോൺഗ്രസ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. അവിടെ ചരിത്രത്തിലില്ലാത്ത വിധം തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഉമ്മൻചാണ്ടി അധ്യക്ഷതയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികളെ പോലും ഇവിടെ പ്രതീക്ഷിക്കാം എന്ന് നമ്മൾ അത്തരത്തിൽ കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. നിരവധിയായ പ്രഖ്യാപനങ്ങൾ വരുന്നതുമുണ്ട്. വലിയ തോതിൽ 50 സീറ്റെങ്കിലും പിടിച്ച് മത്സരിച്ച് 50 സീറ്റെങ്കിലും പിടിച്ച് അധികാരത്തിലെത്തണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെ ചിട്ടയായ പ്രവർത്തനം ചരിത്രത്തിലില്ലാത്ത വിധം കോൺഗ്രസ് UDF ഇത്തവണ കാഴ്ചവെക്കുന്നുമുണ്ട്. അവിടെയാണ് BJP ഈ തരത്തിൽ ഒരു പ്രതീക്ഷ വെക്കുന്നത്. അതിൽ എന്തെങ്കിലും ഈ 71 സീറ്റ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ 2 മുന്നണികളും പെടാപ്പാട് പെടുമ്പോൾ, ആ തരത്തിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ BJPയുടെ ലക്ഷ്യം ആ തരത്തിൽ 40 സീറ്റ്, അതിനപ്പുറത്ത് മറ്റ് ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി അതിനുശേഷമുള്ള കരുനീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കുക എന്നതാണ്. അതെന്തെങ്കിലും അർത്ഥമുള്ള ഒരു നിരീക്ഷണമായി കാണാൻ സാധിക്കുമോ? അത് നമ്മൾ നേരത്തെ സംസാരിച്ചതാണല്ലോ. അതായത് BJP ആസ് എ പാർട്ടി അവർക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഒരു സീറ്റ് വളരെ ബുദ്ധിമുട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞ ഇലക്ഷനിൽ നിയമം കവർ ചെയ്തതാണ്. നിയമത്തെ എന്തുകൊണ്ടാണ് BJP ജയിച്ചത്, അല്ലെങ്കിൽ BJP കാൻഡിഡേറ്റിന് അവർ വോട്ട് ചെയ്തെന്നുള്ളത് നിയമംകാരോട് ചോദിച്ചാൽ അറിയാം. നിങ്ങൾക്ക് എന്നെക്കാളും അറിയാം എന്തുകൊണ്ടാണ് നിയമത്ത് BJP കാൻഡിഡേറ്റ് ജയിക്കാനുണ്ടായ സാഹചര്യം എന്താണ്. അത് പാർട്ടിയോടുള്ള ഒരു അക്സെപ്റ്റബിലിറ്റിയോ അല്ലെങ്കിൽ ആയിരുന്നില്ല. അത് ആ നേതാവിന് അവർ കൊടുത്ത വോട്ടാണത്. അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ഒരു അടുപ്പം കൊണ്ടോ അല്ലെങ്കിൽ പല ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. അല്ലാതെ ഒരു സീറ്റിൽ പോലും BJPക്ക് ഇതായിട്ട് ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് കഴിഞ്ഞ പ്രാവശ്യം കാഴ്ചവെക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അവര് ശരിയാണ്, വോട്ട് പെർസെന്റേജ് സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടി അത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. കേരളം ഒരു ഐലൻഡ് ഒന്നും അല്ലല്ലോ. കേരളത്തിലെ ആൾക്കാരും ഇതിന്റെ പാർട്ടാണ്. പിന്നെ ഒരു ഹിന്ദു മജോറിറ്റേറിയനിസത്തിൽ ഫോക്കസ് ചെയ്ത് ജയിക്കുമ്പോൾ അത് അവിടെയുള്ള ആൾക്കാർ പിന്നെ 2 പാർട്ടികൾ മാറി അല്ലെങ്കിൽ 2 കോയലീഷൻസ് മാറി വരുന്ന ഒരു സംസ്ഥാനത്ത് സ്വാഭാവികമായിട്ട് 2 കോയലീഷനോടോ അല്ലെങ്കിൽ അവരോട് എതിർപ്പുള്ള കുറെ ആൾക്കാരുണ്ടാവും. അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് ഒരു നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് BJPയുടെ ഐഡിയോളജിക്കലി താല്പര്യം ഉണ്ടാവാം. അവർ പോയി വോട്ട് ചെയ്യും. അതുകൊണ്ട് വോട്ട് പെർസെന്റേജ് നിലനിർത്താനായിട്ട് BJPക്ക് പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത് ഒരു 40 സീറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഐ ഡോണ്ട് സീ ദാറ്റ്. ഇപ്പൊ ഇതുവരെയുള്ള നമ്മൾ പറഞ്ഞല്ലോ, ഇത് ത്രിപുരയിലെ സിറ്റുവേഷൻ അല്ല. ശരിയായിരിക്കാം, വിപ്ലവിനെ വല്ലരും കളിയാക്കിയിരിക്കാം. പക്ഷെ അത് ത്രിപുര അറിയാൻ മേലാത്തവരാണ് കളിയാക്കിയത്. കാര്യം ത്രിപുരയില് കോൺഗ്രസ് വളരെ വീക്കായിരുന്നു. കോൺഗ്രസിലെ നേതാക്കന്മാരെ കുറച്ചുപേര് TMC പോകുന്നു, കുറച്ചുപേര് CPM-ലേക്ക് പോകുന്നു, കുറച്ചുപേർക്ക് എവിടെ പോകണമെന്ന് അറിയില്ല, കുറച്ചുപേര് ഇൻഡിപെൻഡന്റ് പാർട്ടി ഉണ്ടാക്കുന്നു. കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ത്രിപുരയെ വളരെ ഇതായിട്ട് തള്ളിക്കളഞ്ഞിരുന്നെന്ന്. അവിടെ കോൺഗ്രസിന്റെ നേതൃത്വം യാതൊന്നും ചെയ്തില്ല. ഇപ്പൊ പുതുച്ചേരിയിൽ കോൺഗ്രസ് നേതൃത്വം എത്രമാത്രം നിഷ്ക്രിയമായിരുന്നു. അവിടുത്തെ ഇന്നർ പാർട്ടി ഡിഫറൻസസ്
മാറ്റി അവരെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര എന്താ പറയാ നിഷ്ക്രിയമായിരുന്നു, അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിരുന്നു ത്രിപുരയിൽ കോൺഗ്രസ് കംപ്ലീറ്റ്ലി അത് അവരെ ത്രിപുര സംസ്ഥാനത്തെ അവർ മാറ്റി നിർത്തിയിരുന്നു. പിന്നെ ത്രിപുരയിലെ ഒരു പോപ്പുലേഷൻ, അവിടെ ട്രൈബൽസ് ഉണ്ട്, അത് വേറെ പല ഫാക്ടേഴ്സും ഉണ്ട്. കേരളത്തുമായിട്ട് ത്രിപുര അങ്ങനെ CPM ഉണ്ട്, അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും ആയിരുന്നു അവിടുത്തെ ഒരു ഫോഴ്സസ് എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരുവിധ, അല്ലെങ്കിൽ കുറച്ച് ടെറൈൻ ഇതുണ്ടായിരിക്കാം, അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ ഉണ്ടായിരിക്കാം, അതിൽ കൂടുതൽ അവരുടെ ഒരു ജനങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ അപ്രോച്ചിൽ ഞാൻ ത്രിപുരയിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്, എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ത്രിപുര ഒരു ഇതായിട്ട്. പിന്നെ മണിപ്പൂരിൽ നമുക്കെല്ലാം അറിയാം, കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി, കോൺഗ്രസ് അവിടെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിട്ട് തിരിച്ചു വന്നു. പക്ഷെ അവിടെ നിന്ന് കോൺഗ്രസിനെ ഭരിക്കാൻ വിളിക്കാതെ ഗവർണറെ ഉപയോഗിച്ച് നജ്മ ഹെപ്തുള്ള കോൺഗ്രസിന്റെ തന്നെ ആളാണ്, അവരെ ഉപയോഗിച്ച് BJP-യെ വിളിച്ചു. അത് കഴിഞ്ഞ് BJP-ക്ക് വേണ്ട ഹോസ്റ്റ് ട്രേഡിങ്ങിനുള്ള അവസരം കൊടുത്തു. ഗോവയിൽ എന്താണ് സംഭവിച്ചത്? അത് മണിപ്പൂരിൽ ഒരു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ഗോവയിലും അവരുടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരാജയമായിരുന്നു. വേണ്ട സമയത്ത് ഇതില്ല. 18 സീറ്റോടെ കോൺഗ്രസ് ആയിരുന്നു അവിടെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി. പക്ഷേ അവിടെ കോൺഗ്രസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. BJP ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് നിതിൻ ഗഡ്കരി അവിടെ പോയി സ്റ്റേഷൻഡായി അവിടെ നിന്ന് ഇത് ചെയ്തു. കോൺഗ്രസ് അവിടെ നിന്ന് ദിഗ്വിജയ് സിംഗിനെ വിട്ടിരുന്നു. ദിഗ്വിജയ് സിംഗ് എന്ത് ചെയ്തു? ഇതെല്ലാം നമുക്കറിയാവുന്ന ചരിത്രമാണ്. അതുകൊണ്ട് അത് കോൺഗ്രസിന്റെ ഫെയിലിയറും BJP-യുടെ ഈ വേണ്ട സമയത്ത് ആക്ട് ചെയ്യാനുള്ള BJP-യുടെ കഴിവുമായിരുന്നത്. അതിനെ നമ്മൾ അതുകൊണ്ടാണ്, അല്ലാതെ ജനം വോട്ട് ചെയ്തിട്ടല്ല ഈ സംസ്ഥാനങ്ങളിൽ ഒന്നും BJP വന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു വളരെ കൈ വിട്ടിട്ടുള്ള ഒരു കളി എന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചു. നമ്മൾ ഉത്തർപ്രദേശിന്റെ കാര്യം പറയുന്നു. ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ കഴിഞ്ഞ പ്രാവശ്യം മായാവതി അധികാരത്തിലിരിക്കെ, അതായത് അഖിലേഷിന് മുമ്പ് അധികാരത്തിലിരിക്കെ മായാവതി അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള എല്ലാ നറേറ്റീവും സെറ്റ് ചെയ്തത് രാഹുൽ ഗാന്ധിയാണ്. അന്ന് രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിൻ ഇന്റൻസ് ക്യാമ്പയിൻ ആയിരുന്നു. ഞാൻ അത് പോയി കവർ ചെയ്ത ആളാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ നിന്ന് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി കോൺഗ്രസിന് ഓർഗനൈസേഷൻ ഇല്ല, കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. രാഹുൽ വളരെ പോപ്പുലർ ആയിട്ട് വന്നതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവര് സ്വാഭാവികമായിട്ട് മായാവതിയെ മാറ്റാനായിട്ട് രാഹുൽ ഗാന്ധി വെട്ടിയ പാതയിലോട്ടാണ് അഖിലേഷ് അന്ന് ഇറങ്ങി വന്ന് ഇലക്ഷൻ ജയിച്ചത്. എന്നിട്ട് രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? പിന്നെ അങ്ങോട്ട് തിരിച്ചു പോയോ? ഇല്ല. രാഹുൽ ഗാന്ധി കംപ്ലീറ്റ്ലി ഹി ഡ്രോപ്പ് ദ ബോൾ ദേർ. എന്നിട്ട് രാഹുൽ ഗാന്ധി UP-യിലേക്ക് പിന്നെ തിരിച്ചു പോയിട്ടുമില്ല. പിന്നെ അടുത്ത ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി UP അമേഠി കോൺസ്റ്റിറ്റ്യൂഷൻസ് തന്നെ ഉപേക്ഷിച്ചു. ഇങ്ങനെയുള്ള ഒരു പാർട്ടിയെ ആരാണ് എവിടെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അതാണ് കോൺഗ്രസിന്റെ പല സ്ഥലത്തുമുള്ള പരാജയമാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം പറ്റിയത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദയവായി തുടരുക. ശ്രീ നാരായണൻ നമ്പൂരി, താങ്കൾ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. താങ്കൾ നേരത്തെ തുടങ്ങിയ കാര്യങ്ങൾ അതൊന്ന് പൂർത്തിയാക്കുക. പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തെ കുറിച്ചാണ് നൗഷാദ് സൂചിപ്പിച്ചത്. ആ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇനിയും തുടരാമെന്നും ഇനിയും കൈയിട്ട് വാരാമെന്നുമുള്ള, ഇനിയും സ്വന്തക്കാർക്ക് ജോലി കൊടുക്കാമെന്നും ഇനിയും മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കാമെന്നും ഒക്കെയുള്ള CPM-ന്റെ സ്വപ്നമാണ് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ തകരാൻ പോകുന്നത്. ഞാൻ അത്ര മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഷമാ മുഹമ്മദ് എന്തൊക്കെയോ പറഞ്ഞു, ഫാസിസത്തെ കുറിച്ച് പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. മാഡം, ഇന്ത്യയില് 1975 എന്നൊരു വർഷം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ രാജ്യത്ത് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭരണകൂടത്തെയും ജുഡീഷ്യറിയെയും എല്ലാം നോക്കുകൂത്തിയാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ അകത്തിട്ടത് മാഡം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് പത്രങ്ങളെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്യുകയും പത്രങ്ങളെ മുഴുവൻ സെൻസർഷിപ്പിൽ ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ ഉള്ള ഇന്ത്യൻ പൗരന്റെ അധികാരം പോലും എടുത്തു കളഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പിന്മുറക്കാരിയായിട്ടാണ് താങ്കൾ നിൽക്കുന്നത്. താങ്കൾ ക്ഷമ, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഞാൻ മിണ്ടാതിരുന്നു, മര്യാദ കാണിച്ചു. അതെന്റെ മാന്യത. ഞാൻ പറയുമ്പോൾ മിണ്ടുന്നത്, ഞാൻ പറയുമ്പോൾ എന്നെ തടസ്സപ്പെടുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരമാകും. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരമാണ്. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റുന്നതിന് പകരം തുടച്ചു നീക്കിയ കോൺഗ്രസ് പാരമ്പര്യം, മാധവറാവിന്റെയും രാജശേഖരന്റെയും LN മിശ്രയെയും എല്ലാം ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആ പാർട്ടിയുടെ വക്താവ് BJP ജനാധിപത്യം പഠിപ്പിക്കാൻ വരണ്ട. മനസ്സിലായല്ലോ? LN മിശ്ര, മാധവറാവ് സിന്ധ്യ, രാജശേഖർ റെഡ്ഡി,
രാജേഷ് തോരൻ, എത്ര ആളുകളാണ് കോൺഗ്രസിന്റെ കൈകൾ കൊണ്ട് ഈ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്? സഞ്ജയ് ഗാന്ധി അടക്കം. അത്തരം ചരിത്രങ്ങൾ അധികം പറയിപ്പിക്കാതിരിക്കുകയാണ് നൽകുന്നത്. നിങ്ങൾ ജനാധിപത്യത്തെ കുറിച്ച് വാദോരാതെ സംസാരിക്കുമ്പോൾ തനിക്കെതിരായി വരുന്നവർ ഉന്മൂലനം ചെയ്യുന്ന ഈ രാഷ്ട്രീയമുണ്ടല്ലോ, അത് ഈ ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് ഓരോ സംസ്ഥാനത്തും ഇല്ലാതാകുന്നത്. പിന്നെ ലിസി മുഹമ്മദ് പറഞ്ഞത് അത് അവർ ആർക്ക് വേണ്ടിയാ പറഞ്ഞതെന്ന് അറിയില്ല. ഒരു ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ BJP-യെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് അവരോട് പറഞ്ഞ BJP നേതാക്കന്മാരാരാണെന്ന് പറയാൻ അവർ ബാധ്യസ്ഥരാ. ശരി, വെറുതെ ചാനലിൽ വന്നിരുന്ന് കേന്ദ്രത്തിൽ BJP-യെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നുമില്ല മിനിമം അവരത് പറയണ്ടേ? ചാനലിൽ വന്നിരുന്ന് നിങ്ങൾ ജനാധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി നിങ്ങൾ ജനാധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രീമതി പറഞ്ഞത് അവളൊന്നും സെഡിഷ്യസ് ആയിട്ട് ഒന്നും ചെയ്തില്ല. നിങ്ങൾ എന്താ ചെയ്ത്? ഡൽഹി പോലീസിന് അയച്ചു. അവൾ അവിടുന്ന് എടുക്കാൻ, എവിടുന്ന് ബാംഗ്ലൂരിന്ന് അവൾക്കൊരു റിമാൻഡ് വരെ ഉണ്ടായില്ല. 21 വയസ്സുള്ള കുട്ടിയെ കുറിച്ചാണോ? കർണാടക പോലീസ് നമുക്ക് വിഷയങ്ങൾ വഴിമാറിപ്പോകുന്നു. സിന്റെ ഔഷാദ്, 1 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. താങ്കൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. ഔഷാദ്, പ്രതിയുണ്ടല്ലോ, ഇത് വിഷയങ്ങൾ കാരണം വളരെ കൃത്യമാണ് രഞ്ജിത്ത്. ഇവിടെ ഇടതുപക്ഷം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും നാട്ടിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ രണ്ടും ഒരുമിച്ച് ഈ ഗവൺമെന്റിനെതിരായി, പിണറായി വിജയനെതിരായി എന്തെല്ലാം ആക്ഷേപങ്ങളാണ് നടത്തിയത്. അത് കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുത്തു. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ കോൺഗ്രസിന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന BJP-ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങൾ തള്ളും. ഒരു സംശയം അക്കാര്യത്തില്ല. നിങ്ങൾക്ക് മറുപടി പറയാതെ മാത്രമല്ല എന്റെ ഉത്തരവാദിത്വം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മറുപടി ഇല്ലാത്ത നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾ എന്ത് വസ്തുതയാ പറഞ്ഞത്? ശ്രീ ഷമാ മുഹമ്മദ്, ശ്രീമതി ലിസ് മാത്യു, ശ്രീ നാരായണൻ നമ്പൂതിരി, ഏതായാലും BJP സംസ്ഥാന അധ്യക്ഷന്റെ 40 സീറ്റ് അത് BJP നേടിയാൽ കേരളത്തിൽ അധികാരത്തിലെത്താം. അതിന് അദ്ദേഹം കോൺഗ്രസിലേക്കും CPM-ലേക്കും കണ്ണെറിയുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു കഴിഞ്ഞ 1 മണിക്കൂർ. 3 രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ശ്രീമതി ലിസ് മാത്യു നിഷ്പക്ഷമായി ഈ ചർച്ചയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.